ഇന്ന് 8 ജൂൺ 2025 നമ്മുടെ കൊപ്പത്ത് ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ അരിയിൽ, ഇവിടെ കല്യാണ മണ്ഡപത്തിൻ്റെ പേര് VS ഓഡിറ്റോറിയം കൊപ്പം. അത് കണ്ടല്ലോ. അപ്പോൾ ഇത് അവിടേക്കല്ലേ? അവിടെ ഇവിടെ ഒന്നായിട്ട് ഇടിഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് അഭിപ്രായം പറയാതിരിക്കാനൊന്നും പറ്റില്ല. അതായത് നമ്മുടെ പുഴയിൽ നിന്ന് മണലെടുക്കാത്ത പ്രശ്നങ്ങളുടെ നടുവിലാണ് ഓരോ കാര്യങ്ങളുള്ളത്. അപ്പോൾ PWD എഞ്ചിനീയർമാർ ഒരുപാട് അശ്രദ്ധയായിട്ടുള്ള ജോലികളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ വരാൻ കാരണമുള്ള ഈ എഞ്ചിനീയർമാരൊക്കെ വളരെ പെട്ടെന്ന് സർവീസിൽ നിന്ന് ഒഴിവാക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇപ്പോഴും ഈ പണിയെടുത്തത് ശരിയല്ല. ഇവിടെ ഈ പണിയൊക്കെ എടുക്കേണ്ടത് ഇങ്ങനെ കരിങ്കല്ല് കെട്ടിയിട്ടല്ല ചെയ്യേണ്ടത്. ഇത് ശരിക്കും ഇതിൻ്റെ അടിയിൽ നിന്ന് ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്ത് കയറണം. ഇത്തരത്തിലുള്ള പണികൾ, അതായത് നമ്മുടെ NH60 വളാഞ്ചേരിന്ന് കയറി പോണ സൈഡ് റോഡുണ്ടല്ലോ, അതിൻ്റെ സൈഡൊക്കെ ചെയ്യേണ്ട പണി ഇതുപോലെയല്ല. ഇതുപോലെ കുപ്പത്തൊട്ടി പണിയല്ല ചെയ്യേണ്ടത്. ഇതുകൊണ്ട് ഇതൊക്കെ അടിയിൽ നിന്ന് ശരിക്ക് കരിങ്കല്ലേറ്റ് കയറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിലൊരു കല്ലളകി പോയാൽ അത് പോയില്ലേ, ഒരു കല്ലളകി പോയാൽ അത് പോയില്ല. ഇത് ശരിക്കും കോൺക്രീറ്റ് തോന്നിട്ട് പണിയുന്നതാണ്. കണ്ടോ, അടി കംപ്ലീറ്റ് പൊളിഞ്ഞടിച്ചാണ്. ഇതിന് കാരണം വരുന്നത് എഞ്ചിനീയർമാരുടെ അശ്രദ്ധയാണ്, അതായത് ശ്രദ്ധ ഇല്ലാണ്ട്. ഇതൊക്കെ ശരിക്കും ചെയ്യേണ്ടത് നല്ല രീതിയിൽ പണിയെടുക്കണം. ഇവരൊക്കെ പിരിച്ചു വിടണത് എന്തിനാ? ഈ ആദ്യം പിന്നെ കോണംകെട്ട എഞ്ചിനീയർമാരെ ഇവിടുത്തെ സർവീസിൽ വെക്കേണ്ട കാര്യം എന്താ? ഇത് കൊപ്പം പഞ്ചായത്തിലാണുള്ളത്, പട്ടാമ്പിക്കടുത്ത് കൊപ്പം പഞ്ചായത്തിലാണ്. മനസ്സിലായില്ലേ? എഞ്ചിനീയർമാരെ മാത്രമല്ല, നിങ്ങൾക്ക് ക്ലിയറായിട്ട് പണിയെടുക്കാൻ പറ്റാത്തവരൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് ഇതിന് പറ്റുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ മനുഷ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരുപാട് കാലം പട്ടിണി കടന്ന് പഠിച്ചുണ്ടാക്കിയ സാധനം ഇവർ കുപ്പത്തൊട്ടിയിലിടാണ്. ഇവർക്ക് വലിയ വിദ്യാഭ്യാസമുണ്ട്, കോപ്പുണ്ട്, മയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് കംപ്ലീറ്റ് തോന്നിയാസം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ കൊണ്ടുപോയി ഇങ്ങനത്തെ പണി കൊണ്ട് ഒരു കാര്യമില്ല. നല്ല കോൺക്രീറ്റിന് സ്ലാബ് ഇട്ടിട്ട് പണിയാൻ പറ്റും. അതിനെ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഇവിടെ മാത്രമൊന്നുമല്ല, ആ നാഷണൽ ഹൈവേയിൽ ഫുള്ളായിട്ടുള്ള അങ്ങനെ. എന്തിനാ ഇവർക്ക് സർക്കാർ ഖജനാവിന് കാശ് കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത്? എന്തിനാ ഇവരൊക്കെ ആട്ടിയിൽ പുണ്ടം വെക്കണം? കുട്ടികൾക്ക് പണി പഠിപ്പിക്കുമ്പോൾ നല്ല പണി പഠിപ്പിക്കണം, നല്ല കോളേജുകൾ വരട്ടെ, അല്ലാണ്ട് ഈ തട്ടിപ്പ് ചെയ്യലും നടക്കില്ല. അപ്പോൾ ഞാൻ പച്ചമരുന്ന് വൈദ്യൻ മുഹമ്മദ് പടിയിൽ പട്ടാമ്പി. അപ്പോൾ ഇന്ന് 8 ജൂൺ 2025 എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും പാർലമെൻറ്റിലെ 540 MPമാർക്കും സ്വാഗതം പറഞ്ഞു. മാത്രമല്ല അതൊക്കെ ക്ലിയറായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെയൊക്കെ ചുമതലയാണ്. നമുക്കിതൊക്കെ പിടിച്ച് പറഞ്ഞ് കൊണ്ടുവരാനേ സാധിക്കും. നിലനിർത്തേണ്ടത് നിങ്ങളൊക്കെയാണ്. മനസ്സിലായില്ലേ? നമുക്കിത് മണിക്കൂർ കൊണ്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റും, അല്ലാണ്ട് ഈ കോപ്പറായി പണിയെടുക്കാനൊന്നും ശരിയാവില്ല. അങ്ങനെ